നമ്മൾ വട്ടവട പോയിട്ട് പിന്നെയും തിരിച്ചു. ഇത് മാട്ടുപ്പെട്ടി ഡാം പരിസരമാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ചോളും അതുപോലെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. അതിനുശേഷം നമ്മൾ എക്കോ പോയിന്റിലേക്ക് പോയി. ഇവിടെ കുറച്ച് നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്ത് റീൽസ് എടുക്കാനും കൂകി വിളിക്കാനും ഒക്കെ ആയിട്ട് എന്നിട്ട് ഡയറക്റ്റ് വട്ടവടയിലേക്ക് പോയി. ഉച്ച സമയമാണ്. നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് കയ്യുമ്മാസ് കിച്ചൺ എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ്. അടിപൊളി ഫുഡാണ്. തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും അവിടെ കയറി കഴിക്കണം. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ജീപ്പ് സഫാരിക്ക് ഇറങ്ങിയത്. 3 മണിക്കൂറോളം വരുന്ന ഒരു ജീപ്പ് സഫാരിക്ക് 2500 പറയുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ 12 പേർക്കും ഈ ഒരു ജീപ്പിൽ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 12 പേരും കൂടെ ആ ഒരു ജീപ്പിൽ തന്നെയാണ് കേട്ടോ യാത്ര തിരിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയതിൻ്റെ കാരണം അഭിമന്യുവിൻ്റെ ഊരൊക്കെ ഈ ഒരു പ്രദേശത്താണ്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും താഴെ ഇറങ്ങി, ജീപ്പിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇത് എന്ത് പക്ഷിയാണെന്ന് എനിക്കറിയില്ല, എന്തോ തരം കോഴിയാണെന്ന് തോന്നുന്നു. മഴ പെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ സേഫ് സോണിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മഴയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിൽ കൂട്ടത്തിൽ 1-2 ആളും മാത്രമാണ് കുട എടുത്തിട്ടുള്ളൂ. അത് വെയിലിനെ പേടിച്ചിട്ടാണ് തോന്നുന്നു കുടയെടുത്ത്. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഏകദേശം നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ, വട്ടവടയിലുള്ള ആദ്യത്തെ സ്പോട്ടിൽ എത്താനായിട്ടുണ്ട്. ബാങ്ക് കയറിക്കോട്ടെ ഏട്ടാ. കടുവ ഏട്ടാ വേഗം ആവട്ടെ, അങ്ങനൊന്നും പറയില്ല നിങ്ങള്. എന്റെ കള്ളന്മാരെ പോലെ നീ എങ്ങോട്ടെങ്കിലും പോന്നു. ജോഷ്മേച്ചി പറ്റും. ബ്രീത്ത് എടുത്ത് പയ്യെ ഒന്ന് വയറിൽ ഇങ്ങനെ ഇതാക്കി പിടിച്ചിട്ട് കയറിയാ മതി. അവിടെ പിടിച്ച് കയറ്. എല്ലാരും എടുത്തുണ്ട്. വട്ടവട വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കണ്ടത്. ഒരു അഡ്വഞ്ചറിക് സ്പോട്ടാണെന്ന് പറയാം. നമ്മൾ പെട്ടെന്ന് തന്നെ ആ കേവിൽ നിന്ന് കയറി ഇറങ്ങി. കാരണം മഴ ചെറുതായിട്ട് പൊടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സ്ട്രീം ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ മഴ ശക്തമായി കഴിഞ്ഞാൽ വെള്ളം കുത്തി ഒലിച്ചിട്ട് വെള്ളം പൊങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വരുന്നുണ്ടായി. അപ്പം എല്ലാവരും നല്ല രീതിയിൽ നനഞ്ഞു. ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നുകൊണ്ട് കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു.